ഇമ്മാതിരി തോന്നിയ എന്നെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ സുഹൃത്തായിരുന്നു ആ കുട്ടി, ഇപ്പൊ അല്ല. ആ കുട്ടി പറഞ്ഞല്ലോ ഇപ്പൊ സുഹൃത്തല്ല. ഇപ്പൊ ഞാൻ ഒരു സർജറി ചെയ്ത വ്യക്തിയാണ്. ഞാൻ സർജറി ചെയ്ത് ഒരു പെണ്ണായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ സർജറി ചെയ്ത ഭാഗങ്ങൾ എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. എന്റെ നല്ല കാണീര് കൊള്ളാലോ ലീലാമണി. നാട്ടുകാർക്ക് മൊത്തം കാണിക്കാൻ നമുക്കും കാണണം, എനിക്കും കാണണം. ഉണ്ടായിരുന്നു. നാളെ എവിടെന്നെങ്കിലും നമ്പർ ഒപ്പിച്ച് വിളിക്കും, എന്നിട്ട് പൊക്കി കാണിക്കും എല്ലാം കൂടെ. ആശുപത്രിയിൽ എടുത്തോണ്ട് പോയി എന്നെ കൊണ്ട് പറ്റൂല. ആകെ വണ്ടി ഇത് കാർ ഓടിക്കാനാണ് എനിക്ക് അറിയത്തുമില്ല. സുഹൃത്തുക്കൾക്ക് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് എന്റെ വീട്ടില്. അവരൊക്കെ എന്നോട് ചോദിക്കും സർജറി ഓക്കെ ആയിരുന്നോ, ഓക്കെ എന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ കാണിച്ചു കൊടുക്കാണ്ട് നമ്മളൊരു ഹാപ്പിനെസ് ആണ്. ഇതൊക്കെ എവിടത്തെ സുഹൃത്തുക്കളാ എന്തോ. സുഹൃത്തുക്കൾക്ക് എല്ലാം പൊക്കി കാണിച്ചു കൊടുക്കുമെന്ന്, ഇതൊക്കെ ഒരു സന്തോഷമാണെന്ന്. ഓരോ മനുഷ്യന്മാർക്ക് എന്തെല്ലാം സന്തോഷങ്ങളാണല്ലേ. ഒരു മനുഷ്യന് സന്തോഷം കണ്ടെത്താൻ എന്തെല്ലാം വഴികളാണ്. പൊക്കി കാണിക്കല്. നിങ്ങളെയൊക്കെ കൂട്ടുകാർക്ക് ഇങ്ങനെയാണ് എല്ലാം പൊക്കി കാണിച്ചു കൊടുക്കുന്ന എന്ന് കണ്ടോന്ന്. അത് നമ്മൾ ആണുങ്ങൾക്കല്ലല്ലോ കാണിച്ചു കൊടുക്കുന്നത്, നമ്മുടെ സുഹൃത്ത്. ഇപ്പൊ നിങ്ങൾ രണ്ട് സുഹൃത്ത് ആണുങ്ങൾക്കല്ലല്ലോ കാണിച്ചു കൊടുക്കണ സുഹൃത്തുക്കൾ. ഓ അപ്പൊ പെണ്ണായ പിന്നെ അത് ഇവൻ തന്നെ പറയുന്നുണ്ട് പിന്നീട്. അയ്യോ, അപ്പൊ ആ സ്ത്രീകളൊക്കെ ബോധം കെട്ട് വീണിട്ടുണ്ടല്ലേ. ഇല്ല, അവർക്കൊക്കെ അതൊരു എന്റർടൈൻമെന്റ് ആണെന്ന്. ഇവൻ സ്ഥിരമായിട്ട് കാണിച്ചു കൊടുക്കുന്ന ചില ആൾക്കാർ കാണുമായിരിക്കും. ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഇവൻ വിചാരിച്ചേ ഇവന്റെ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് കാണിക്കണ പോലെ എല്ലാവർക്കും അങ്ങ് പൊക്കി കാണിച്ചു കൊടുക്കാന്ന് കണ്ടോണ്ടിരിക്കുമെന്ന് വിചാരിച്ചു. സുഹൃത്തുക്കള് ഇപ്പൊ നിങ്ങൾ ഒരു റൂമിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നല്ല ഡീപ്ലി ഫ്രണ്ട് ആകുമ്പോൾ നിങ്ങൾ അവരെ മുമ്പിൽ നിന്ന് ഡ്രസ്സ് മാറ്റും. ആൺകുട്ടികളാണെങ്കിലും നിങ്ങൾ അത്രയും വിശ്വാസമുള്ള ഒരാളെ മുമ്പിൽ ഡ്രസ്സ് മാറ്റും അല്ലേ. അത്രേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പൊക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പൊക്കിയിട്ടല്ല കാണിച്ചു കൊടുത്തത്. ഞാൻ ആക്ഷനൊക്കെയാണ് കാണാറുള്ളത്. പൊക്കിയിട്ടല്ല പൊക്കി കാണിച്ചു കൊടുത്തത് അർത്ഥം മാറി. ഏത് ഭാഗമാണ് കാണിച്ചു കൊടുത്തതെന്ന് ചിന്ത. ഞാൻ പൊക്കാതെയാണ് കാണിച്ചു കൊടുത്തത്. പൊക്കാതെയാണ് കാണിച്ചു കൊടുത്തത്. പൊക്കി കാണിച്ച അർത്ഥം മാറി. ട്രെയിനിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കുന്നതൊക്കെ പറഞ്ഞ ആൾ വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ തലത്തിലേക്ക് പോകും. ഞാൻ പൊക്കിയിട്ടല്ല കാണിച്ചു കൊടുത്തത്. അല്ല പൊക്കാതെയാണ്. ട്രെയിനിലെ ആളുകൾ ഇങ്ങനെ ചെന്നിട്ട് പൊക്കി കാണിച്ചു കൊടുക്കുമെന്ന്. ഓ മറ്റേ അവരുണ്ടല്ലോ ട്രാൻസ്, ഇതുപോലത്തെ ഇവരിങ്ങനെ ട്രെയിനിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലെ പൊക്കി കാണിച്ചു കൊടുക്കും. അല്ല പൊക്കാതെ, അത് പൊക്കി കാണിക്കും, ഇത് പൊക്കാതെ കാണിക്കും. വ്യത്യാസം. ഞാൻ ബട്ടൺസ് അയച്ചിട്ട് എന്റെ സ്റ്റിച്ചിന്റെ അവിടെയാണ് കാണിച്ചു കൊടുത്തത്. ഏത് സ്റ്റിച്ച്? എവിടെയാണ് സ്റ്റിച്ച് ഇട്ടാ? പറയടാ, നിന്റെ എവിടെയാണോ സ്റ്റിച്ച് ഇട്ടത്? പറയടാ, നിന്റെ എവിടെയാണ് സ്റ്റിച്ച് ഇട്ടത്? പെട്ടെന്ന് പറ. ചുമ്മാ ഈ പറയണ ഫുള്ള് കള്ളത്തിനാണ്. മറ്റേ പാർട്ട പറഞ്ഞ പോലെ സിലിക്കോണാണ്ട് വെച്ച് പശ വെച്ച് ഒട്ടിച്ച കാര്യമാണ് ഈ പറയുന്നത്. അതങ്ങോട്ട് ഇച്ചിരി കാണിച്ചു കൊടുത്ത്. അത് കാണണോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പൊക്കി അങ്ങ് കാണിച്ചു. അപ്പോ ഞാൻ കാണിച്ചു കൊടുത്തപ്പോ ആ പെൺകുട്ടി ഞാൻ കാണണം എന്ന് പറഞ്ഞു എന്നാണ് ആ കുട്ടി. പൊന്ന് ഹെലനെ, നിനക്ക് കാണണം കാണണോന്ന് നീ പറഞ്ഞായിരുന്നാ? ഇതിനൊരു മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. കൊടുത്തു. ഈ ചെറുക്കം പൊക്കി കാണിക്കുമ്പോഴൊക്കെ പൊക്കി കാണിക്കാനായിട്ട് വന്ന് വീഡിയോ കോൾ ഓണാക്കി കാണണോന്ന് പറഞ്ഞിട്ടാണ് ഈ അവൻ പൊക്കി കാണിച്ചത്. എത്ര പേർക്ക് ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്താന്നോ. എല്ലാരും രംഗത്ത് വരണം. ഞാൻ വളരെ വ്യക്തമായിട്ട് എന്റെ കഴിഞ്ഞ വീഡിയോസിൽ ഒക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് കാണണമെന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പബ്ലിക്കിലായിരുന്നു പറഞ്ഞ എനിക്ക് അറിയില്ല, ഞാൻ പുറത്താണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓക്കെ നീ ക്യാമറ ഓൺ ആക്കണ്ട, ഞാൻ വാട്സപ്പ് കോളാ ചെയ്യുന്നത്. നീ ക്യാമറ ഓൺ ആക്കണ്ട, ഞാനും കാണിച്ചോളാം. എവിടെ ആയിരുന്നാലും ആളിന്റെ ഇടയിലായിരുന്നാലും കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. നീ ഇന്ന് കണ്ടോണ്ടിരുന്നാ നീ വീഡിയോ കോളോ നീ ഓൺ ആക്കണ്ട, ഞാൻ ആസ്വദിച്ചോ, ആസ്വദിച്ചോ. അല്ലെങ്കിൽ തന്നെ ഇത് കാണിക്കാൻ തോന്നിരിക്കുന്നു. ഞാൻ ഓണാക്കി നിങ്ങൾ കാണാമല്ലോ. അതിപ്പോ ഇത്രയും പബ്ലിക് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പബ്ലിക്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കാണണമെന്നൊന്നുമില്ല. ഒളിച്ചു കാണാം. അതെങ്ങനെയാണെന്നറിയേ? ഒളിച്ചു കാണാം. കാണിക്കുമ്പോഴേ ഇങ്ങനെ നമ്മള് പബ്ലിക്കിലാണെങ്കിലും താത്തച്ചി പറയണത് സോറി താത്തച്ചി എന്ന് വിളിക്കാരി. കാക്കച്ചി പറയണത് നമ്മൾ ഇങ്ങനെ പബ്ലിക്കിലാണെങ്കിലും ഇങ്ങനെയൊക്കെ പൊക്കി കാണിക്കുമ്പം ആൾക്കാരിടയിലാണെങ്കിലും നമ്മളിങ്ങനെ ഒളിഞ്ഞു നോക്കണം. കണ്ടിട്ടുണ്ട്. കണ്ടതിന് ശേഷമാണല്ലോ ആ കുട്ടി പറഞ്ഞത് എന്നോട് ഓക്കെ എനിക്കിപ്പോ ഓക്കെ ആണ്, എന്തായാലും നിങ്ങൾ എത്ര പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞത്. ആ കുട്ടി അഞ്ഞു അത് മാറ്റി പറയുന്നത് എനിക്കറിയില്ല. നിന്റെ ഏത് ഭാഗമാണ് നീ പൊക്കി കാണിച്ചത്? ഏതാ സ്റ്റിച്ചാണ് കാണിച്ചത്?
എന്തിനാ ദേവേത് ആർക്കും കാണണോന്നൊന്നും പറഞ്ഞേക്കല്ലേ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് പൊക്കിക്കൊണ്ട്. നിങ്ങൾ കാണി ഏതാളിന്റെ ഇടയിലും കാണിന്ന് പറഞ്ഞാണ് നടക്കണത്. അത് പറഞ്ഞപ്പോഴാണേ എന്നാ കാണ്. അതെ സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തുണി പൊക്കി കാണിക്കും. കറക്റ്റ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് തുണി നോക്കി കാണിക്കും. ഇപ്പോഴാണ് ജാസി ശരിക്കും ജാസി ആയത്. ആ കുട്ടി ട്രോളുന്ന രീതിയിൽ വളരെ മോശമായിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് മോള് കേൾക്കാത്ത അത്രക്ക് തെറി പറയാനൊക്കെ എനിക്ക് അറിയാം. എല്ലാവർക്കും അറിയാലോ നീ തെറി വിളിക്കുമെന്നുള്ളത് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. നീ തെറിയനാണെന്ന്. അത് പിന്നെ ഇനം അങ്ങനെയല്ലേ, തെറിയൻ കാക്കാണെന്നും അറിയാം. മലപ്പുറംകാരനാണ്. മറ്റേ ആശീനെ അടിച്ചൊതുക്കിയിട്ട് അവന്റെ മൂക്കാമണ്ടയൊക്കെ അടിച്ചു കലക്കി പിഴിഞ്ഞെടുത്തു. ഒന്നോടെ കറക്കി തിരുമ്മി കണ്ണൊക്കെ അതാ ഇങ്ങനെ ചെരുവിയിരുന്ന് ഇടിച്ച് പഞ്ചറാക്കി. അവന് സത്യം പറഞ്ഞ ഇടിച്ച് പഞ്ചറാക്കിയാണ് അവൻ ഇട്ടയക്കണത്. അവന് വല്ല ആവശ്യം ഉണ്ടായിരുന്ന അവന്. എനിക്ക് നല്ലോണം പറയാൻ അറിയാത്തത്, പ്രത്യേകിച്ച് നമ്മള് ആൾക്കാരെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ ഫസ്റ്റ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അവിടുത്തെ തെറികളായിരിക്കും ആദ്യം നമ്മൾ മനസ്സിൽ പഠിക്കുക. നമ്മളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ, തെറിയാണോ ആദ്യം പഠിക്കണത്? ഇവനെ ആളുകളെ നടിയിട്ടു. ഇത് ഏതാ യൂണിവേഴ്സിന്ന് പറഞ്ഞു വന്നതാണ്, ഇത് ഇവിടത്തെ ഉള്ളതൊന്നും അല്ല. ഇവനൊക്കെ ഒരു നാട്ടിൽ പോയി അവിടുത്തെ തെറിയാണ് ആദ്യം പഠിക്കണേന്ന്. എനിക്ക് ആദ്യം ആ മോള് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് തെറി പറഞ്ഞ് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് അറിയാം. മനസ്സിലായ? മോള് പറഞ്ഞേന്റെ അപ്പറ മോളെന്നൊക്കെ വിളിക്കണതേ ഉള്ളിനകത്ത് മറ്റത് വിളിച്ചിട്ടാണ് ആ മോള് പറഞ്ഞതിന്റെ അപ്പറ എനിക്കിതറി വിളിക്കാറിയാം. ഒരു കാര്യം നിങ്ങൾ പറയാണ്, കുറെ തെറിയൊക്കെ പറഞ്ഞ് ഭയങ്കര ആഷ്പൂഷായിട്ട് ഒറ്റ മോനെ മറച്ച മോനെ എന്നൊക്കെ പറഞ്ഞ് തെറി പറയുമ്പോ അവള് ഭയങ്കര സ്ട്രോങ് ആണ്, അവൾ ഒരു പെൺ പുലിയാണ്. നാണമില്ലേ? ചോറല്ലേ കഴിക്കുന്നത്? നമ്മള് കേരളത്തിൽ അരിഭക്ഷണം തന്നെയല്ലേ കഴിക്കുന്നത്? ഒരു പെണ്ണ് അങ്ങനെ വന്ന് പറയുമ്പോ ഭയങ്കര അതിനപ്പുറത്തേക്ക് പറയാൻ ജാസിക്ക് അറിയാം. മനസ്സിലായോ? 2024 ഞാൻ ഒരാള് ഒന്നും പറയില്ല. ഇനി നിങ്ങൾ ഇനി എത്ര കൊലകൊമ്പ ഇട്ടിട്ട് 2026 ആരെ ഒന്നും പറയില്ല, പക്ഷെ പൊക്കി കാണിക്കത്തേ ഉള്ളൂ. എല്ലാ ആക്ഷനാണ്. ശരീരഭാഗങ്ങള് ജനങ്ങളെ പൊക്കി കാണിക്കുള്ളൂ, വേറെ ഒന്നും പറയത്തുമില്ല, ഒന്നുമില്ല. ഇനി എല്ലാ ആക്ഷനാണ്. ഇനി നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ പൊക്കി കാണിക്കും. എന്തൊക്കെ പൊട്ടിക്കാനുണ്ടോ പൊട്ടിച്ചോ. ജാസി ഇങ്ങനെ തന്നെ ഇരിക്കും. ഒരു തേങ്ങാക്കൊലയില്ലേ ജാസി? ജാസി പിന്നും കള്ളം പറയണു, ജാസിക്ക് തേങ്ങാക്കൊല ഇല്ലെന്ന്. ജാസി ഒരു തേങ്ങാക്കൊല ഇല്ലെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ. ജാസിക്ക് തേങ്ങാക്കൊല ഉണ്ടോ? കേരളക്കാരെ മൊത്തത്തിൽ കാത്തിരിക്കണ ഒരു ഉത്തരവാണ്. ഉണ്ടോ? മണിമാരനെ അടിച്ചൊതുക്കി ഒരറ്റത്തോട്ട് വെച്ചിട്ടുണ്ട്. മാരനാണ് വീഡിയോ പിടിക്കട. എന്റെ പൊന്നു കൊച്ചെ പൊങ്ങി ചാടണമായി, അവൻ കുതിച്ച് ചാടണമെന്ന്. എനിക്ക് നിറഞ്ഞു നിക്കണ, നിറഞ്ഞങ്ങ് നിക്കണോ? കൊല ജാസിക്ക് ഒരു തേങ്ങാക്കൊല ഇല്ലെന്ന് പറഞ്ഞിട്ട് പറയണേ എന്റേത് നിറഞ്ഞ് നിക്കണതാണ്. അപ്പൊ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നെ വിറ്റിട്ട്, കോണ്ടന്റ് വിട്ടിട്ട്. ഞാൻ അതിൽ കൂടെ ഞാനിങ്ങനെ ചെറുതായിട്ടും ഞാനൊന്ന് വലിച്ച് ഞാനും കുറച്ച് പൈസ ഉണ്ടാക്കും. നീ തുണി പൊക്കി കാണിച്ചോണ്ടല്ലേ അവര് പൈസ ഉണ്ടാക്കുന്ന. ഞാനും അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് മറ്റേ കടലിലെ ഈ മീനിന്റെ അടിയിൽ കുഞ്ഞ് ഈ കുറച്ച് മീനോട് നിൽക്കൂലേ, എന്തോ പാരസിറ്റ്. പാരസിറ്റമോളാ? കടലിന്റെ അടിയിലെ കുഞ്ഞു മീൻ നിൽക്കൂലേ, അതിന്റെ പേരാണ് പാരസിറ്റമോൾ. കുറച്ച് മീനോട് നിൽക്കൂലേ, എന്തോ പാരസിറ്റ്. ഈ ചെറുക്കനെ കൊണ്ട് എനിക്ക് വയ്യ, പട്ടാറടങ്ങി ചിരിച്ചിരിച്ച്. പാരസിറ്റമോളും ഞാനും അവളിവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇതാക്കട്ടെ. പിന്നെ എനിക്ക് കൊറേ ആൾക്കാരൊന്നുമില്ല. മതി ധാരാളം. ആശയെ കൂടെ കെട്ടി അവിടെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണേ ഉള്ളൂ, ഇതുപോലെ കൊറേ ഉണ്ടെങ്കിൽ എന്താ? ജാസി ഒറ്റയ്ക്ക് ആയോട്ടെ ആശയെ പിടിച്ചൊരറ്റത്ത് കെട്ടിയിട്ട് എന്നിട്ട് നേരം വെളുത്തിട്ട് എഴീച്ചിട്ട് എക്സസൈസ് ചെയ്യണേണ് ജാസി. ഓ, ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും പറയും. അല്ല,
ഇടിക്കട്, അവന്റെ കൂമ്പിനാണ് ഇടിച്ചു കൊടുക്കണത്. ഒരു നിമിഷം ആ സെന്റൻസ് തുടങ്ങിയപ്പോ ഞാനൊന്ന് പേടിച്ചു. ഞാൻ എവിടെയും കുഞ്ഞു നിൽക്കാൻ പോയിട്ടില്ല. ഞാൻ എത്ര ഞാൻ എവിടെയും കുനിഞ്ഞു നിൽക്കാൻ പോയിട്ടില്ല. വർഷങ്ങളായിട്ട് ഞാൻ ഒരാളെ കൂടെ തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേറെ ആൾക്കാരെ ലൈഫിലേക്ക് കയറിയിട്ട് എൻ്റെ കല്യാണമാണ് അല്ലെങ്കിൽ എൻ്റെ സേവ് ദ ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ആളുടെ കൂടെ കുറെ നടന്നിട്ട് സേവ് ദ ഡേറ്റും കഴിഞ്ഞ് അടുത്ത അവനെ ചവിട്ടി വേറൊരു ആളുടെ കൂടെ നടക്കും, എന്നിട്ട് അവരുടെ കൂടെ സേവ് ദ ഡേറ്റ് ആയിട്ടും കല്യാണം കഴിയും. അതെനിക്കില്ല. എടാ ചെറുക്കാ, ഇപ്പൊ പറഞ്ഞതിന് മറുപടി കൊടുക്കണ്ടേ? കൊടുക്കണോ? കൊടുത്തു. മര്യാദക്ക് അവള് കല്യാണം കഴിച്ചാണ് ജീവിക്കണത് ഒരുത്തന്റെ കൂടെ. നിങ്ങളോ? അല്ല, യവൻ കുനിഞ്ഞു നിക്കാ എങ്ങും പോകൂലെന്നെടാ. എടാ ഞാൻ അതിന് മറുപടി കൊടുത്തോട്ടെ. എടാ നീ ഒരു പെണ്ണിനെ നശിപ്പിച്ചില്ലേടാ, നീ കെട്ടിയില്ലേ, നീ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് നടന്നില്ലേ കുറെ നാള്, എന്നിട്ട് നീ അതിന്റെ ജീവിതം നശിപ്പിച്ചിട്ടില്ലേ? പിന്നെ നീ അടുത്ത ഒരു ചെറുക്കനെയും കൊണ്ട് നീ പോയില്ലേ, എന്നിട്ട് അവനെ പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ച ഒരാണിന്റെ ജീവിതം ഇവൻ ആരുടെയും കുനിഞ്ഞിരിക്കാൻ പോയിന്ന്. ഇവൻ ഇപ്പൊ എന്തരാണ് ചെയ്യണത്? നാണം പറഞ്ഞ സാധനം. വർഷങ്ങളായിട്ട് ഒരു ആണിന്റെ കൂടെ നടക്കണുള്ളൂ ആശി. അത് ലോകം പെങ്കൊച്ചിനെ കണ്ട് 2 മാസം കൊണ്ട് കിടന്നില്ലേ, അതിനെ പീഡിപ്പിച്ചില്ലേ, അതിനെ പറ്റിച്ച്, അതിനെ പീഡിപ്പിച്ചിട്ടേ അതിനെ പറഞ്ഞു വിട്ടില്ലേ. എനിക്ക് ഒറ്റ തന്തേ ഉള്ളൂ. ആണ് ഒറ്റ തന്തയുള്ളൂ. ആർക്കാണ് ഇരട്ട തന്ത? ആര്? അഷ്റഫ് പേര്. നീ പറഞ്ഞല്ലോ നിനക്ക്. അപ്പൊ വാപ്പാടെ പേര് കിട്ടി. വാപ്പാടെ പേരെന്തായാലും വെളിപ്പെടുത്തിയേട്ടാ. വാപ്പാടെ ഒരു വാപ്പായെങ്കിലും ജീവനോടെ ഉള്ളത് കൊണ്ട് ഒരു അബദ്ധം, ആ മനുഷ്യന് പറ്റിയ ഒരു അബദ്ധം. ഇവിടെ ഒരു സുന്ദരി കോതിയില്ലേ, ഒരു കാന്താരി, അവളാ ശരിക്കും മങ്ക. നല്ലോണം ചേരുന്നല്ല വേഷം. വേഷം അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. എന്റെ വാഹിലോട്ട് അണ്ണാക്കി കുത്തി ഇറക്കി തരും. മര്യാദക്ക് അവിടെ സാധനം. നിനക്ക് ഈ സാധനത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്ത് പറഞ്ഞാലും ജാസിക്ക് ഒരു തേങ്ങാ കൊലേ ഇല്ല എന്നാണ് ഇവൻ പറയണത്. ഇവൻ എടോ ഈ ഒരു കമ്മ്യൂണിറ്റി തന്നെ പറയിക്കാനായിട്ടുണ്ടായ ജന്മം, അങ്ങനെ വേണം പറയാൻ. ആരെയും മുമ്പ് ചെന്ന് നിന്നിട്ട് ജനങ്ങളെ ബോധം കെടുത്തുന്ന വേലകളാണ് കാണിക്കുന്നത്. എന്റെ ലീലാമണിയേ, അവിടെ നിക്കടാ, ഞാനും വരച്ചടാ. ചേരുന്നു. ഇത്രയും എന്താണ് ചേർച്ചയുള്ളൊരു വേഷം ഇവർക്ക് വേറെ ഇല്ല. കൊള്ളാത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കയ്യടി ശ്രദ്ധിച്ചിട്ടുണ്ടാ? അത് ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് അത് എന്നെ പറഞ്ഞത്. എന്നാ പിടി, നാണ്ട ഇങ്ങനെ ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞ അതാണ്. ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല, എല്ലാം അതുപോലെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വന്ന് കിടന്നോണ്ട് പറയണ ഞാൻ സ്ത്രീ ആയി, ആദ്യമേ പറഞ്ഞു ഞാൻ പൂർണ്ണമായിട്ട് സ്ത്രീ ആയിട്ട് മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ കാണുന്നവർക്ക് കാണി എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് സ്ഥിരം പരിപാടി. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജാസിയുടെ DM ഒരു മെസ്സേജ് ഇട്ടാൽ മതി, പുള്ളിക്കാരൻ പൊക്കി കാണിച്ചോളും. അപ്പോഴേ പൊക്കി കാണിച്ചു തരും. കാണാം. കേരളക്കാരെ മൊത്തത്തിൽ കാത്തിരിക്കുന്ന ഒരു ഉത്തരവാണത്. നേരത്തെ ജാസി പറഞ്ഞല്ലോ എനിക്കൊരു തേങ്ങാക്കൊലേ ഇല്ല എന്നാ. തേങ്ങാക്കൊലേ ഉള്ളന്ന്. നിനക്ക് തേങ്ങാക്കൊല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഉണ്ടോ ഇല്ലോ എന്ന് കാണിച്ചു തരും. ഉണ്ട് മാറ്റിയിട്ടില്ല. ഉറപ്പായിട്ട്. ഓക്കെ ബൈ. വീഡിയോയിൽ കാണാം. ബൈ.